എറണാകുളത്ത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയുന്ന വനിതാ സ്ഥാനാർത്ഥിക്കായുള്ള CPIM അന്വേഷണമാണ് KJ ഷൈനിലേക്ക് എത്തിയത്. പുതുമുഖ സ്ഥാനാർത്ഥി അവതരിപ്പിച്ച് സ്വന്തം അണികളെപ്പോലും ഞെട്ടിച്ചിരിക്കുകയാണ് CPIM. മണ്ഡലത്തിൽ UDFന് വ്യക്തമായ മേൽക്കൈയുണ്ട് എന്നാണ് സിറ്റിംഗ് MP ഹൈബി ഈഡന്റെ പ്രതികരണം. പാർട്ടി അംഗം പോലുമല്ലാത്ത പൊതുസമ്മതരെ പലതവണ സ്ഥാനാർത്ഥികളാക്കി അണികളെ ഞെട്ടിച്ച പാരമ്പര്യം എറണാകുളത്ത് CPIMനുണ്ട്. പാർട്ടി അംഗങ്ങൾ പോലും വിമർശിച്ച ഈ സമീപനത്തിൽ നിന്നും മാറിയാണ് ഇത്തവണ പുതുമുഖ വനിതാ സ്ഥാനാർത്ഥിയെ എറണാകുളത്ത് മത്സരത്തിനായി CPIM രംഗത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ P. രാജീവ് ലക്ഷത്തിലേറെ വോട്ടിന് തോറ്റ മണ്ഡലത്തിലാണ് സാമുദായിക പ്രാതിനിധ്യവും പുതുമുഖമെന്ന പരിഗണനയും നൽകി KJ ഷൈന് അവസരം നൽകുന്നത്. മുൻപു മുതലേ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായിരുന്നുവെന്നും ഇത്തവണയും സജീവമായി തന്നെ രംഗത്തുണ്ടാകുമെന്നുമാണ് നിയുക്ത സ്ഥാനാർത്ഥിയുടെ ആദ്യ പ്രതികരണം. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലും ഇലക്ഷൻ വരുമ്പോൾ ഞാൻ ഇലക്ഷൻ വർക്കിൽ ഇറങ്ങുന്ന ആളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം ഇറങ്ങും. ബാക്കി കാര്യങ്ങൾ പാർട്ടി തീരുമാനം അറിയുന്ന മുറയ്ക്ക് പാർട്ടി നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കും. വ്യക്തി എന്നതിനപ്പുറം തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നും MP എന്ന നിലയിൽ തന്റെ വികസനങ്ങളും മണ്ഡലത്തിൽ ചർച്ചയാകുമെന്ന് ഹൈബി ഈഡൻ. മണ്ഡലത്തിൽ UDFന് വ്യക്തമായ മേൽക്കൈയുണ്ട്. എന്നും UDFനെ പിന്തുണച്ച മണ്ഡലമാണ് എറണാകുളമെന്നും ഹൈബി പറഞ്ഞു. ഒരു വ്യക്തി എന്നതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യവും മാനവുമുണ്ട്. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഈ സർക്കാരിനെ വിലയിരുത്തുന്ന, കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ വിലയിരുത്തുന്ന ഒരു MP എന്നുള്ള രീതിയിൽ എൻ്റെ പാർലമെൻ്ററി പെർഫോമൻസിനെയും മണ്ഡലത്തിലെ വികസന പദ്ധതികളും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എറണാകുളത്ത് UDF സ്ഥാനാർത്ഥിക്ക് വിജയം സുനിശ്ചിതമെന്നാണ് TJ വിനോദ് MLA യുടെ നിലപാട്. 24 കൊച്ചി.